16,000 അടി ഉയരത്തിൽ ഹിമാലയത്തിന്റെ അഗാധമായ തണുപ്പിനുള്ളിൽ ഒരു തടാകമുണ്ട്, റൂപ്കുണ്ട്. വർഷത്തിൽ ഭൂരിഭാഗവും മഞ്ഞുപാളികൾക്ക് താഴെ നിശബ്ദമായി ഉറങ്ങുന്ന ഈ തടാകം വേനൽക്കാലത്ത് മഞ്ഞുരുകുമ്പോൾ ലോകത്തിനു മുന്നിൽ ഒരു ഭയാനകമായ കാഴ്ച തുറന്നു വയ്ക്കും. 1942 ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഈ പ്രദേശം കണ്ടെത്തുമ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. എല്ലായിടത്തും തലയോട്ടികളും എല്ലുകളും. രണ്ടാം ലോക മഹായുദ്ധം കകുടുംപിരിക്കൊള്ളുന്ന സമയമായതുകൊണ്ട് ജാപ്പനീസ് സൈനികർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ മഞ്ഞിൽ അകപ്പെട്ട് മരിച്ചതാകാം എന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ശാസ്ത്രീയ പരിശോധനകൾ പുറത്തു വന്നപ്പോൾ ലോകം ഞെട്ടി. ആ അസ്ഥികൂടങ്ങൾക്ക് നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. അതിലും വിചിത്രമായ ഒരു വസ്തുതയുണ്ട്. 8 നൂറ്റാണ്ടോളം വ്യത്യാസമുള്ള 2 വ്യത്യസ്ത വിഭാഗം ആളുകളാണ് അവിടെ മരിച്ചു വീണത്. ഒരു സംഘം ഇന്ത്യക്കാരും മറ്റൊരു സംഘം ഗ്രീസ് ഭാഗത്തു നിന്നുള്ളവരുമായിരുന്നു. പക്ഷേ എല്ലാവരുടെയും മരണകാരണം ഒന്നു തന്നെയായിരുന്നു. എല്ലാവരുടെയും തലയോട്ടിയുടെ മുകൾ ഭാഗത്ത് മാരകമായ ഏതോ പ്രഹരമേറ്റ പാടുകൾ. യാതൊരു ആയുധങ്ങളും അവിടെ കണ്ടെത്തിയിട്ടില്ല. യുദ്ധം നടന്നതിന്റെ ലക്ഷണങ്ങളുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും പേർ ഒരേ സ്ഥലത്ത് കൊല്ലപ്പെട്ടത്? നാട്ടുകാർക്കിടയിൽ ഒരു പഴയ പാട്ടുണ്ട്. നന്ദാദേവി എന്ന മലദൈവത്തിന്റെ കോപത്തെക്കുറിച്ചുള്ള പാട്ട്. വർഷങ്ങൾക്ക് മുൻപ് ആചാരങ്ങൾ ലംഘിച്ച് മല കയറി വന്ന രാജാവിനെയും സംഘത്തെയും ദേവി ശപിച്ചു എന്നാണ് കഥ. പക്ഷേ എല്ലാവരുടെയും മരണകാരണം ഒന്നു തന്നെയായിരുന്നു. എല്ലാവരുടെയും തലയോട്ടിയുടെ മുകൾ ഭാഗത്ത് മാരകമായ ഏതോ പ്രഹരമേറ്റ പാടുകൾ. യാതൊരു ആയുധങ്ങളും അവിടെ കണ്ടെത്തിയിട്ടില്ല. യുദ്ധം നടന്നതിന്റെ ലക്ഷണങ്ങളുമില്ല. പിന്നെ എങ്ങനെയാണ് നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ അവിടെ എത്തിയ ഇത്രയും പേർ ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ കൊല്ലപ്പെട്ടത്? ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഭീകരമായ സത്യം എന്താണ്? ഈ നിഗൂഢതയുടെ ചുരുളഴിയുന്ന രണ്ടാം ഭാഗത്തിനായി ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. ഇതുപോലെയുള്ള യഥാർത്ഥ സംഭവങ്ങൾക്കായി പണ്ട് പറഞ്ഞു കേട്ട കഥ സപ്പോർട്ട് ചെയ്യൂ. എന്തായിരിക്കാം ആ തടാകക്കരയിൽ സംഭവിച്ചത്? നിങ്ങളുടെ ഊഹങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.